കയറാനുള്ളൊരു പെർമിഷൻ നിങ്ങൾക്കില്ല. അകത്ത് കയറാനുള്ള പെർമിഷൻ നിങ്ങൾക്കില്ല. നിങ്ങളെന്താ അകത്ത് കയറുന്നത്? എന്നാ പിന്നെ ഞങ്ങളെ സ്ഥാനാർത്ഥി അകത്ത് കയറാം. അവരെ സാറ് പുറത്താക്ക്. സാറ് പുറത്താക്കില്ലേ ഞങ്ങളെ സ്ഥാനാർത്ഥി കയറാം. ഞാനൊരു നിൽക്കാമോ? ബൂത്തിനകത്തുനിന്ന് ഇറക്കിയത് സാറ് കണ്ടോണ്ടിരിക്കല്ലേ? അല്ല അങ്ങനെ പറയല്ലേ. ബൂത്തിനകത്തുനിന്നാ പിടിച്ചിറക്കിയ സാറ് സാക്ഷിയാ. ബൂത്തിനകത്തുന്ന പിന്നെ അവര് വലിയ ന്യായം പറയുന്നത് എന്തുവാ? സാറ് പറഞ്ഞ കേൾക്കും. സാറ് പറഞ്ഞ കേൾക്കും. അവർ കാൻഡിഡേറ്റ് ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഞാൻ പറയുന്നത് കേൾക്ക്. ഏത് സ്ഥാനാർത്ഥിയോ വന്നോട്ടെ, സ്ഥാനാർത്ഥിക്ക് വന്നൊരു കാര്യം പറഞ്ഞിട്ട് പുറത്തു പോകാം. അത് നമ്മൾ എതിർക്കുന്നില്ല. ആരും സ്ഥാനാർത്ഥിയല്ലേ വന്നവർ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ. ആവശ്യത്തിന് ഏത് പാർട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനൊരു വിവരം സാറിനോട് പറയാൻ കാലം കഴിഞ്ഞു പോയി കേട്ടാ. ആ കാലം കഴിഞ്ഞു പോയി. ഭയപ്പെടുത്തിയൊന്നും ഒന്നും ചെയ്യാൻ എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ്. വെല്ലുമൂട് വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ ഒരു ഭാര്യയും ഭർത്താവായിട്ട് റഫീഖ ബീവി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ട് പോയി. രാവിലെ മുതലേ അവിടെ LDFന്റെ പ്രവർത്തകർ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആളും ബഹളം ഉണ്ടാക്കത്തക്ക രീതിയിൽ, തിരക്കുണ്ടാക്കുന്ന ശ്രദ്ധ തിരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുള്ള നിലയ്ക്ക് എനിക്ക് പാസ് ഉണ്ടായിരുന്നു. ഞാൻ റിട്ടേണിംഗ് ഓഫീസറടുത്ത് എൻ്റെ ഒരു ഇന്നേജൻറ്റിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് പകരൊരാളിനെ അങ്ങോട്ടാക്കുന്നതിന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ വന്ന് അവിടെ നിന്ന് വലിയ ബഹളങ്ങൾ LDFന്റെ പ്രവർത്തനം ഉണ്ടാക്കി, തിരക്കുണ്ടാക്കി ഒക്കെ ചെയ്ത് മനഃപൂർവ്വമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, തിരക്കുണ്ടാക്കിയിട്ട് അതിനിടയിൽ കൂടെ കള്ളവോട്ട് ചെയ്യുന്നൊരു പ്രവണതയെന്നുണ്ടായത്. അല്ലെങ്കിൽ ഈ റഫീഖ ബീവിയുടെ വോട്ട് ഒരു കാരണവശാലും കള്ളവോട്ട് ചെയ്യേണ്ട കാരണമില്ല. ഒരു സാഹചര്യം അല്ലായിരുന്നു. അവർ വന്നിട്ട് വളരെ നിരാശയായിട്ടാണ് പോയത്. വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരാതി പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ ആ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഓഫീസറായിട്ട് അവരെ ബാലറ്റിൽ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ നെല്ലിമൂട് വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സുബിൻ ഷാ. ഇവിടെ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ മറ്റേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇടയ്ക്കിടയ്ക്ക് കയറി പോകും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും കയറിപ്പോയത്. അവർ ബൂത്തിൻ്റെ അവിടെ വോട്ടിടാൻ നിൽക്കുന്നത് അവർ കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങ് വരെ പോയിട്ടില്ല. കുറച്ച് മാറിയാണ് നിന്നിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടില്ല. ഇവർ മറ്റേ സ്ഥാനാർത്ഥി കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. കള്ളയോട്ട് നടന്നതായിട്ട് സംശയമുണ്ട്. അതിന് കള്ളയോട്ട് നടന്നു, അത് തക്കതായ സംശയം. എൻ്റെ ഒരു വോട്ടർ വന്നപ്പോൾ അവരുടെ കള്ളയോട്ട് നടന്നതായിട്ട് സംശയമുണ്ട്. അതിൽ നല്ല പ്രതിഷേധമുണ്ട്. മറ്റേ സ്ഥാനാർത്ഥിയും അവരുടെ കൂടെ കയറിപ്പോയി. അത് കണ്ടിട്ടാണ് ഞാനും അങ്ങോട്ട് പോയത്. കള്ളയോട്ട് നടന്നിട്ടുണ്ട്. അത് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. അതൊന്ന് പരിശോധിക്കേണ്ടതായിട്ട്.